തൈവാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജപ്പാനും ചൈനയും തമ്മിലുള്ള ഭിന്നത മൂർച്ഛിക്കുന്നു. കഴിഞ്ഞ ദിവസം ചൈനയുടെ വിദേശകാര്യ വക്താവ് ജപ്പാൻ ഇത്തരം കാര്യങ്ങൾ ഇടപെടുകയാണെങ്കിൽ സൈനിക നടപടി ഉണ്ടാകും എന്ന രീതിയിൽ ഒരു ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചൈന വളരെ കാലമായി തന്നെ തൈവാനെ കീഴടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും അവർ തൈവാനിലേക്ക് സൈന്യത്തെ അയച്ച് തൈവാനെ തങ്ങളുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമവും തുടരുകയാണ്. ഇതിനിടയിലാണ് ജപ്പാൻ ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഇതൊരു കാരണവശാലും അനുവദിക്കുകയില്ല എന്നാണ് ജപ്പാൻ വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെടാൻ ശ്രമം നടന്നാൽ തങ്ങൾക്ക് അവരെ തിരിച്ചടിക്കാം എന്നുള്ള ജപ്പാന്റെ നയം അനുസരിച്ച് വേണമെങ്കിൽ ചൈനയെ ആക്രമിക്കാൻ പോലും അല്ലെങ്കിൽ ഇതിൽ ഇടപെടാൻ പോലും ജപ്പാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ പ്രസ്താവന പാർലമെന്റിൽ തന്നെയാണ് പ്രധാനമന്ത്രി നടത്തിയത് എന്നുള്ളത് ചൈനയെ ചൊടിപ്പിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് ശക്തമായ താക്കീതുമായി രംഗത്തെത്തിയത്. തീ കൊണ്ട് കളിക്കരുത് എന്നാണ് അദ്ദേഹം ജപ്പാനെ ഉപദേശിച്ചിരിക്കുന്നത്. തീ കൊണ്ട് കളിച്ചാൽ സ്വയം കത്തി നശിക്കും എന്നുള്ള കാര്യം ഓർക്കണം എന്നും അദ്ദേഹം ജപ്പാനെ ഓർമ്മിപ്പിച്ചു. കൂടാതെ ചൈനീസ് വിദേശകാര്യ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാൻ സൈന്യം ചൈനക്കാരോട് ചെയ്ത ക്രൂരതകൾക്ക് അവർ മാപ്പ് പറയണം എന്നും കൂടിയാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് വളരെ ഭീകരമായ രീതിയിലാണ് ചൈനയെ ജപ്പാൻ ആക്രമിച്ചിരുന്നത്. അതിൻ്റെ ആ വിരോധം ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും തീരാത്ത മട്ടിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തൈവാനെ കീഴടക്കാനുള്ള ചൈനയുടെ നീക്കങ്ങൾക്കെതിരെ ജപ്പാൻ രംഗത്തെത്തുകയും തങ്ങൾ ഇതിൽ സൈനികപരമായി ഇടപെടുമെന്ന് അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ചൈന വിവിധരായി ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.